നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സാഹചര്യങ്ങളിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചാലേ പറ്റത്തുള്ളൂ. അത്രയേറെ ക്രൈസിസ് ഉള്ള ഒരു സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്നിനും വിശ്വാസമില്ലാത്ത ഒരു സമയം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആകെയുള്ള കൂട്ട് നമ്മുടെ ദൈവദത്തമായിട്ടുള്ള നമ്മുടെ ജീവനാണ്. അല്ലെങ്കിൽ ദൈവം വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ. ആ ജീവനെ മുറുക്കെ പിടിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അപ്പം അതിൻ്റെ ബ്രീഫായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിനെയും വകവെക്കാതെ, അല്ലെ നമ്മുടെ ജീവൻ പോലും വകവെക്കാതെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി നമ്മൾ പുറപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ബാക്കി ഒരു കാര്യങ്ങളും നമ്മുടെ സറൗണ്ടിങ്സിനെ എല്ലാം ബ്ലേഡ് ആക്കിക്കൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നേടാൻ പറ്റും. അങ്ങനെ നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഒരുപാട് സക്സസിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുത്ത ആൾക്കാർക്കും പറയാനുള്ളത്. അല്ലയോ? ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നമ്മൾ, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും ചില സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ കോസ്മിക് ലോ തന്നെ ബാൻ ചെയ്യുന്ന ഒരു സമയം വരും. ആ കോസ്മിക് ലോയെ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയാണ്, മുൻകൂട്ടി നമ്മൾ കാണുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് സൂര്യന്റെ വെളിച്ചം ആ യുദ്ധത്തിന്, അല്ലെങ്കിൽ ആ എതിരാളിയെ കൊല്ലാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം തന്നെ സൂര്യനെ മറച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ മഹാഭാരതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, നാളെ നിങ്ങൾക്ക് എഴുതി വെച്ച വിധി പോലും നിങ്ങളുടെ കഴിവ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവും നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഇച്ഛാശക്തി എങ്ങനെയാണോ ആ ഇച്ഛാശക്തിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം പോലും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, എതിരായിട്ട് സൂര്യൻ നിൽക്കുവാണെങ്കിൽ പോലും അതിനെ മറച്ചു തരും, ആ മുമ്പിൽ നിൽക്കുന്ന ആളിനെ ജയിക്കാൻ വേണ്ടി. ചിന്തിച്ചു നോക്കും.